நம சிவாய வாழ்க. നാഥൻ്റെ പാദം വാഴ്ക വാഴ്ക. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ അടുത്ത പാടലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അജ്ഞാനമെന്നേ വന്ന് വലിയ തിരഞ്ഞെടുത്ത് വിജ്ഞാനഭാണ്ഡം കാട്ടി ഓമനിച്ചല്ലോ നീയും ചിത്തം കുളിർന്നുത്സംഗേ വച്ച് എന്നെ താലോലിച്ചൻ മോചനമാർഗം കാട്ടിത്തന്നൊരു നാഥനെ പിൻ. അപ്പോൾ നാഥനെ എനിക്ക് പിന്നീട് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു എന്നാണ് മാണിക്യവാചകർ പറയുന്നത്. അജ്ഞാനം എന്നെ വന്ന് വലിയ തിരഞ്ഞെടുത്തു വിജ്ഞാനഭാണ്ഡം കാട്ടി ഓമനിച്ചു. അജ്ഞാനത്തെ മാറ്റിക്കൊണ്ട്, അജ്ഞാനത്തെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് വിജ്ഞാനഭാണ്ഡം കാട്ടിത്തന്ന് എന്നെ അങ്ങ് സ്വീകരിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലെ അജ്ഞാനമെല്ലാം അല്ലയോ ഭഗവാൻ അവിടുന്ന് മാറ്റി പകരം അവിടെ വിജ്ഞാനം നിറച്ചു. ഞാൻ ജ്ഞാനിയായിത്തീർന്നു, ഞാൻ വിജ്ഞാനിയായിത്തീർന്നു. അതോടെ ചിത്തം കുളിർന്നുത്സംഗേ വച്ച് എന്നെ താലോലിച്ചു. അതോടുകൂടി എൻ്റെ ചിത്തം ശാന്തമായി, എൻ്റെ ചിത്തം മാലിന്യരഹിതമായി, എൻ്റെ ചിത്തം അങ്ങനെ ശിവപൂർണമായി തീർന്നു. അതോടെ അങ്ങ് എന്നെ ഭഗവാൻ ഉത്സംഗത്തിൽ വച്ച് മടിയിൽ വച്ചിട്ട് എന്നെ താലോലിച്ചു. അപ്പോൾ ഭഗവാൻ എന്നെ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. എൻ്റെ അജ്ഞാനം മാറ്റി വിജ്ഞാനം പകർന്നു തന്ന് എന്നെ, എൻ്റെ ചിത്തത്തെ കുളിർമ ഉള്ളതാക്കി മാറ്റി എൻ്റെ ചിത്തത്തെ ശുദ്ധീകരിച്ച് അങ്ങ് എന്നെ മടിയിൽ വച്ച് ലാളിച്ചു, മോചനമാർഗം കാട്ടിത്തന്നു. അങ്ങനെ അങ്ങ് എൻ്റെ മോചനമാർഗം എനിക്ക് കാട്ടിത്തന്നു. ഞാൻ സംസാരത്താൽ ബദ്ധനായിരുന്നു. ആ സംസാരബദ്ധനായ ഞാൻ, അജ്ഞാനിയായ ഞാൻ സംസാരത്തിൽ നിന്ന് മോചനം നേടുകയും വിജ്ഞാനം സ്വന്തമാക്കുകയും ചെയ്തോടെ എൻ്റെ ചിത്തം കുളിരണിഞ്ഞു. എന്നിട്ട് അങ്ങ് എന്നെ മടിയിലിരുത്തുകയും എനിക്ക് മോചന മാർഗം ഉപദേശിച്ചു തരികയും ചെയ്തു. അങ്ങനെ മോചനമാർഗം അങ്ങ് ഉപദേശിച്ചതോടെ എൻ്റെ ചിത്തം പരമശാന്തമായി പരമനിർവൃതിപ്രദമായ ഒരു ജീവിതത്തിലേക്ക്, ഞാൻ ശിവമാർഗത്തിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് മാണിക്യവാചകർ പറയുന്നത്. അപ്പോൾ ജീവൻ്റെ വൃത്തിരൂപം ആത്മാവാണ്. അതിനാൽ മനസ്സിൻ്റെ ആധാരം ആത്മാവാണ്. തൻ്റെ ആധാരത്തെ കണ്ട് ആത്മാവോട് ചേർന്ന് നിവൃത്തി പദത്തെ അടയാതെ എപ്പോഴും ബഹിർമുഖമായി സഞ്ചരിച്ച് വിഷയാദികളെ സ്പർശിച്ചാർജിക്കുന്ന അറിവിനെയാണ് അജ്ഞാനം എന്ന് പറയുന്നത്. ആ അജ്ഞാനത്തെ മാറ്റി ആത്മാവിൻ്റെ സത്യമാകുന്ന വിജ്ഞാനം അങ്ങ് എനിക്ക് വെളിപ്പെടുത്തുന്നു. ആത്മാവിനെ അറിയുന്ന അറിവാണ് ഏറ്റവും വലിയ ജ്ഞാനം. സദാ വിഷയാദികളിൽ മുഴുകിയും നിമിഷം പോലും ആത്മാവിനെ നോക്കാതെയും കഴിയുന്ന മനസ്സിനെ ഇവിടെ പിടിച്ചു നിർത്തുകയും ആ മനസ്സിനെ ആത്മാവിൽ വിലയിപ്പിക്കാൻ കഴിയുകയും ചെയ്ത മാണിക്യവാചകർക്ക് ശിവമാർഗത്തിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്നാണ് ഇവിടെ കവി നമ്മോട് പറയുന്നത്. അപ്പോൾ എത്ര അജ്ഞാനത്തിൽ മുഴുകിക്കിടക്കുന്നവനായാലും ശിവഭക്തി കൊണ്ട് അയാൾക്ക് ജ്ഞാനമാർഗം തെളിഞ്ഞു കിട്ടും. ഇനി അടുത്ത പാടൽ നോക്കൂ. വിട്ടകന്നിടാവണ്ണം ചിന്തിച്ചിടാതൻ ചിത്തം വിട്ടകന്നിടും മാർഗമൊക്കെയും നനയ്ക്കുന്നു. തലതിരിഞ്ഞൊരീ നിൻ്റെ വൃത്തിയാൽ മിഥ്യയെ താൻ ഇങ്ങുമേ കണ്ടുമുട്ടിയിടുന്നു ഞാൻ പാപം പാപം. ഞാൻ ഇതേവരെ എങ്ങനെയുള്ളവനായിരുന്നു? തലതിരിഞ്ഞൊരു നിൻ്റെ വൃത്തിയാൽ മിഥ്യയെ താൻ എങ്ങുമേ കണ്ടുമുട്ടിയിടുന്നു. ഇതേവരെ
അപൂർണമായ ഒരു ജീവിതമാണ് ഞാൻ നയിച്ചിരുന്നത്. അതായത് മായാബദ്ധമായ സംസാരബദ്ധമായ ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. ഞാൻ എന്തൊരു മഹാപാപിയാണ് എന്ന് പറയുകയാണ്. ഇതേവരെ ഞാൻ മഹാപാപത്തിൻ്റെ ലോകത്തിലാണ് ജീവിച്ചത്. തലതിരിഞ്ഞൊരു നിൻ്റെ വൃത്തിയാൽ മിഥ്യയെ താൻ എങ്ങുമേ കണ്ടുമുട്ടിയിരുന്നു. എല്ലായിടത്തും ഞാൻ മിഥ്യയാകുന്ന സംസാര ജീവിതത്തിൽ മുഴുകി പാപിയായി കഴിയായിരുന്നു. ഇപ്പോഴിതാ അതെല്ലാം വിട്ടകന്ന് ഞാനിപ്പോൾ അങ്ങേ ശരണം പ്രാപിച്ചിരിക്കുന്നു. അങ്ങ് എനിക്ക് വിജ്ഞാനം പകർന്നിരിക്കുന്നു. അല്ലയോ മൂഢചിത്തമേ, എന്നെ കൊല്ലാൻ പിറന്ന നിന്നെ ചെറുതും വിശ്വസിച്ചിടില്ല ഞാൻ. സത്യം മേലാൽ ശുദ്ധനാമാദിനായകൻ സ്വയം രൂപം കൈക്കൊണ്ട് ഈ പ്രപഞ്ചമാം വ്യാജസൃഷ്ടിയോടതിനൊപ്പം തന്നരുൾ പ്രകാശവും ഒന്നിച്ച് കാട്ടിയിടിനായി ഭസ്മവും പൂശി നിന്നിടുന്നത് കണ്ടിട്ടും നീ ശരിയായി ബോധിക്കാതെ പിന്നും മനസ്സെ വെന്ത് കരിയും ദേഹത്തെ നിജമായി കാണുന്നല്ലോ. നീ ഇനിയും ഒരിക്കലും ഈ വെന്ത് നശിച്ചു പോകുന്ന ദേഹത്തെ സത്യമെന്ന് കരുതരുത്. ഈ ശരീരം നശ്വരമാണ്. എപ്പോഴും അത് കത്തിച്ചാമ്പലാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭസ്മവും പൂശി നിൽക്കുന്ന അല്ലയോ പ്രകാശമേ, നീ എനിക്ക് വഴി കാണിച്ചു തരിക. ശുദ്ധനാം ആദിനായകൻ സ്വയം രൂപം കൈക്കൊണ്ട് ഈ പ്രപഞ്ചം ശുദ്ധമാം നായകൻ സ്വയം രൂപം മാർന്ന് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അതുകൊണ്ടല്ലയോ മൂഢചിത്തമേ, എന്നെ കൊല്ലാൻ പിറന്ന് നിന്നെ ചെറുതും വിശ്വസിച്ചിട്ടില്ല ഞാൻ. ഇനി എന്നെ കൊല്ലാൻ വേണ്ടി പിറന്ന അല്ലയോ മൂഢചിത്തമേ, നിന്നെ ഞാൻ വിശ്വസിക്കുകയില്ല. അപ്പോൾ ചിത്തത്തിന് കൊടുക്കുന്ന ഒരു താക്കീതാണ്, ഒരു ഉപദേശമാണ്. നിൻ്റെ ശരീരം എന്ന് പറയുന്നത് വെന്ത് വെണ്ണീറാകും. അതോടെ നിൻ്റെ ശരീരം നശിച്ചു പോകും. അതുകൊണ്ട് ശരീരത്തോടുള്ള ഈ ദേഹാഭിമാനം ഇല്ലാതാക്കുക. പ്രപഞ്ചമാം വ്യാജ സൃഷ്ടിയോട് ഇനി കലർന്നു നിൽക്കണ്ട. അതുകൊണ്ട് ഭസ്മവും പൂശി നിൽക്കുന്ന അല്ലയോ ഭഗവാൻ, അങ്ങയുടെ ദർശനമാണ് ഞാനിനി മുതൽ ആഗ്രഹിക്കുന്നത്. ശുദ്ധനാമാദിനായകൻ സ്വയം രൂപം കൈക്കൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ മിഥ്യാത്വത്തെ എനിക്ക് കാണിച്ചു തരുന്നു. അപ്പോൾ അല്ലയോ ചിത്തമേ, ഇനി നീ ഒരിക്കലും മായാബദ്ധമായ ജീവിതത്തിൻ്റെ പിന്നാലെ പാഞ്ഞു പോകരുത് എന്നാണ് പറയുന്നത്. മൂഢചിത്തമേ, എന്നെ കൊല്ലാൻ പിറന്ന നിന്നെ ചെറുതും വിശ്വസിച്ചിടില്ല ഞാൻ. സത്യം മേലാൽ ശുദ്ധനാം ആദിനായകൻ സ്വയം രൂപം കൈക്കൊണ്ട് ഈ പ്രപഞ്ചമാം വ്യാജസൃഷ്ടിയോട് അതിനൊപ്പം തന്ന അരുൾ പ്രകാശവും ഒന്നിച്ച് കാട്ടിയിടാനായി നീ എനിക്ക് അതോടൊപ്പം അരുൾ പ്രകാശവും കാട്ടിത്തന്നു. അപ്പോൾ മായാബദ്ധമായൊരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു? ശിവൻ്റെ അരുൾ പ്രകാശമുണ്ടായിരുന്നു. ആ അരുൾ പ്രകാശം ഞാൻ കണ്ടതോടുകൂടി ഭസ്മം പൂശി നിൽക്കുന്ന നിന്നെ എനിക്ക് ദർശിക്കാൻ കഴിഞ്ഞു. അതോടെ എനിക്ക് ശരിയായ വിജ്ഞാനബോധം, ജ്ഞാനം ലഭിച്ചു. അതോടെ ഞാൻ ഭഗവത് മാർഗത്തിലേക്ക്, ശിവമാർഗത്തിലേക്ക് വന്നെത്തിച്ചേർന്നു. അങ്ങനെ മായാബദ്ധമായ ജീവിതത്തിൽ നിന്ന്, അന്ധകാരാവൃതമായ അജ്ഞാനത്തിൽ നിന്ന് ഞാൻ പ്രകാശരൂപമായ വിജ്ഞാനത്തിലേക്ക്, പ്രകാശരൂപമായ ശിവത്വത്തിലേക്ക് ഇതാ എത്തിച്ചേർന്നിരിക്കുന്നു. ഞാനുമെൻ നായകൻ തൻ പരിമളം പാറുന്ന പാതാരവിന്ദത്തോട് വേർപെട്ടിരുന്നാലും ദേഹമൻ പ്രാണൻ ജീവൻ മൂന്നിനെയും ഹരിച്ചേൻ നായകൻ എന്നെ തന്നോടൊത്ത് ചേർത്തിടുമല്ലോ. നായകനായ ഭഗവാൻ, അല്ലയോ ശിവഭഗവാൻ, അങ്ങ് എന്നെ അങ്ങയോട് ചേർത്ത് നിർത്തിയല്ലോ. അങ്ങയുടെ പാതാരവിന്ദത്തോട് ഞാൻ വേർപെട്ടിരിക്കുകയായിരുന്നു. ഇതേവരെ അങ്ങയുടെ പാദങ്ങളെ ഞാൻ സ്മരിച്ചിരുന്നില്ല, ദർശിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോഴിതാ ഞാൻ എൻ്റെ നായകൻ്റെ പാദങ്ങൾ കാണുന്നു, സ്പർശിക്കുന്നു, അതിൽ ആമഗ്നനാകുന്നു. നായകൻ
എന്നെ തന്നെ തന്നോടൊത്ത് ചേർത്തല്ലോ നായകനായ ശിവൻ അങ്ങയോടൊപ്പം എന്നെ ചേർത്തല്ലോ. എന്നാലും ഈ ലോകത്തോട് ആശയെ പുലർത്തുന്ന ചിത്തമേ, നശിച്ചിടാൻ തന്നെ നീ ഒരുങ്ങുന്നു. എന്നിട്ടും അല്ലയോ മനസ്സേ, നീ ചിലപ്പോഴെങ്കിലും മായാബദ്ധമായ ആ ജീവിതത്തെക്കുറിച്ചോർത്ത് നശിക്കാൻ തുനിയുകയാണോ? മുമ്പ് നീ ഉണ്മദേഹമൊക്കെയും അഴിഞ്ഞപ്പോ എന്നിട്ടും കാട്ടിയിടുന്നു പിന്നും നീ അഹങ്കാരം. അപ്പോൾ നിൻ്റെ അഹങ്കാരം പിന്നെയും കൂടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ചിത്തത്തിൻ്റെ മായാജാലത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ മാണിക്യവാചകർ പറയുന്നത്. ശിവദർശനം കിട്ടിക്കഴിഞ്ഞാലും പിന്നീടും നമ്മുടെ മനസ്സ് മായാബദ്ധമായ ഈ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു ചെല്ലാൻ വ്യാമോഹിക്കും. അതാണ് മനസ്സിൻ്റെ ചതിക്കുഴി. മനസ്സിൽ ശിവബോധം നിറഞ്ഞ് കവിഞ്ഞൊഴുകിയാലും ചിലപ്പോഴെങ്കിലും മനസ്സ് ആ പൂർവ്വ അവസ്ഥയിലേക്ക്, അതായത് മായാവസ്ഥയിലേക്ക് വീണ്ടും വഴുതി വീഴും. അപ്പോൾ അതിനെ വീണ്ടും ജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സ് ഒരു പാമ്പും കോണിയും കളി പോലെയാണ്. പലപ്പോഴും ആത്മീയമായ ആഗ്രഹങ്ങൾ കൊണ്ട് മനസ്സ് ഉന്നതങ്ങളിലെത്തുമ്പോഴും ചിലപ്പോഴെങ്കിലും മനസ്സ് മായാബദ്ധമായ ഈ ലൗകിക ജീവിതത്തിൻ്റെ തമോമയ ഭൂമിയിലേക്ക് താണു പോകും. അങ്ങനെയുള്ളപ്പോൾ അല്ലയോ മനസ്സേ, നിന്നെ ഞാൻ വീണ്ടും ശിവലോകത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകും. അപ്പോൾ മനസ്സിൻ്റെ ചാഞ്ചല്യമാണ് ഇവിടെ പറയുന്നത്. മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. മനസ്സ് പ്രപഞ്ചത്തിലേക്ക് ഒരു നിമിഷം എത്തിച്ചേർന്നാൽ അടുത്ത നിമിഷത്തിൽ അത് ദുഷ്ടശക്തികളുടെ പ്രയത്നത്താൽ അത് താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മനസ്സ് താഴുകയും ഉയരുകയും ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള മനസ്സിനെ താഴ്ച നിറഞ്ഞ തമോ ലോകത്തു നിന്ന് പ്രകാശലോകത്തിലേക്ക് എപ്പോഴും ഉയർത്തിക്കൊണ്ടുവരണം. ഇതൊരു നിതാന്തമായ തപസ്സാണ്. അപ്പോൾ മനസ്സിനെ നിയന്ത്രിച്ച് മനസ്സിനെ അധോലോകത്തുനിന്ന് മുകൾ ലോകത്തിലേക്ക്, പരലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അതിനെപ്പോഴും ഒരു സാധകൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ മനസ്സൊരു വലിയ ചതിയനാണ്. ആ മനസ്സ് നമ്മളെ ഭക്തിമാർഗത്തിൽ നിന്ന് ദുഷ്ടമാർഗത്തിലേക്ക് കൊണ്ടെത്തിക്കും, വീഴിക്കും. അങ്ങനെ ദുഷ്ടമാർഗത്തിൽ എത്തിച്ചേരുമ്പോൾ മനസ്സിനെ വീണ്ടും ശക്തിദുർഗമായ ശിവസന്നിധിയിലേക്ക് വീണ്ടും ഉയർത്തിക്കൊണ്ടുപോകണം. അങ്ങനെ ശിവശക്തിയുടെ അനുഗ്രഹം കൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ച് മനസ്സിനെ ഉന്നത തലങ്ങളിലെത്തിക്കുകയും ശിവ സാന്നിധ്യത്തിൽ കൊണ്ട് ലയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മനസ്സൊരു വലിയ ചതിക്കുഴിയാണെന്ന് ഓർക്കുക. മനസ്സ് നമ്മളെ എപ്പോഴും തിന്മയിലേക്ക് നയിക്കും. അതേപോലെ തന്നെ മനസ്സിന് മറ്റൊരു ഭാഗമുണ്ട്, നന്മയുടെ ഒരു വശം. ആ നന്മയുടെ വശം നമ്മെ എപ്പോഴും ശിവമാർഗത്തിലേക്ക് നയിക്കും. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു യുദ്ധമാണ് നടക്കുന്നത്. ഒരു കുരുക്ഷേത്ര യുദ്ധമാണ് നടക്കുന്നത്. മനസ്സിൻ്റെ ചതിക്കുഴികളും മനസ്സിൻ്റെ ശിവമാർഗവും, ഈ ശിവമാർഗവും അതേപോലെ തന്നെ കുമാർഗവും തമ്മിലൊരു വലിയ യുദ്ധം നടക്കുന്നു. അതിൽ നമ്മുടെ മനസ്സിനെ ചിലപ്പോൾ ശിവമാർഗത്തിൽ നിന്ന് മനസ്സിലെ മായാബദ്ധമായ അനുഭവങ്ങൾ ആ കുമാർഗത്തിലേക്ക്, ചീത്ത മാർഗത്തിലേക്ക് വീണ്ടും തള്ളിവിടാം. അപ്പോഴെല്ലാം മനസ്സിനെ ശിവമാർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന സത്ചിന്തകൾ ശിവശക്തിയുടെ സഹായത്തോടെ നാം അനുഷ്ഠിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോൾ ശരിക്കും ഒരു യുദ്ധഭൂമിയാണ് നമ്മുടെ മനസ്സ്. അവിടെ ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ നന്മയും തിന്മയും തമ്മിൽ, ശിവനും അതേപോലെ തന്നെ ചെകുത്താനും തമ്മിലുള്ള ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധത്തിൽ ശിവൻ്റെ
തലത്തിലേക്ക് മനസ്സിനെ ഉയർത്താൻ നാം നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇതൊരു നിതാന്തമായ തപസ്സാണ്. അങ്ങനെ ശിവമാർഗത്തിൽ നിരന്തരം സ്ഥിരമായിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശിവസായുജ്യം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ മനസ്സിൻ്റെ ചാഞ്ചല്യം, ഈ മനസ്സിനെ പിടിച്ചു നിർത്തേണ്ടതൊരാവശ്യമാണ്. നമുക്ക് പാമ്പാട്ടി സിദ്ധരുടെ മോഹം വെടിയൽ എന്ന് പറഞ്ഞിട്ടൊരു കവിതയുണ്ട്, പൊരുളാശ പോക്കൽ. അതിലെ കുറച്ച് ഭാഗങ്ങളിലേക്ക് നോക്കാം. നാട് നഗരം വീട് മാട് നൽ പൊരുളെല്ലാം നടുവൻ വരും നേരം നിൻ കൂടെയങ്ങ് വരുമോ, കൂടൊഴിഞ്ഞ പിന്നെ അവയതാൽ ആകും ഫലമെന്തോ കൂത്തൻ പദമേ ശരണമെന്നാടുപാമ്പേ. അല്ലയോ പാമ്പേ, കൂത്തൻ്റെ പാദം കണ്ട് നീ ആടുക. നാട് നഗരം വീട് മാട് ഇതൊന്നും ഒരിക്കലും നിൻ്റെ കൂടെ വരാൻ പോണില്ല. നീ മരിക്കുമ്പോൾ ഈ നാടും നഗരവും വീടും ബന്ധുക്കളും ഒന്നും വരില്ല. ആന സേന തേർ പരി അണിയെല്ലാം നമൻ വരും നേരം തുണയാമോ ചിന്തിച്ചേ. ജ്ഞാനം പറ്റും ഇല്ല നായികളിൽ ബുദ്ധി തെളിയുമാർ നിന്നാട് പാമ്പേ. എൻ്റെ നായബുദ്ധി, എൻ്റെ ഹീനബുദ്ധിയെ ജ്ഞാനമാർഗത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി അല്ലയോ പാമ്പേ നീ തെളിഞ്ഞാടുക. കുണ്ടലിനി ശക്തിയാകുന്ന പാമ്പിനോട് പറയാം, നീ തെളിഞ്ഞാടുക. അങ്ങനെ നായയെപ്പോലുള്ള ജീവിതം നയിക്കുന്ന എന്നെ നീ വീണ്ടും ശിവമാർഗത്തിലേക്ക് എത്തിക്കുക. ആന സേന തേര് ഇതൊന്നും നിൻ്റെ കൂടെ വരാൻ പോണില്ല. മാണിക്യ മണിമുടി ബാഹുവലയം മാറിനിൽ തൊങ്ങും പതക്കങ്ങൾ മറ്റും പണികൾ ആണിപ്പോൻ മുത്താരം അമ്പൊന്നടക്കം മഴിയും പൊരുൾ ആർക്കുണ്ട് നിന്നാട് പാമ്പേ. ഈ പൊരുളിലേക്ക് നീ എന്നെ കൊണ്ടെത്തിക്കുക, ശിവപ്പൊരുളിലേക്ക് എന്നെ കൊണ്ട് എത്തിക്കുക. മാട് കൂട മാളിക വർണ്ണമണ്ഡപം അതിൽ ചുറ്റും അരമനയാതി എല്ലാം കൂടെ വരില്ല നിന്നോടൊത്ത് തത്വമറിയുക. അങ്ങനെ തത്വത്തെ നീ അറിയുക. നീ മരിക്കാൻ നേരത്ത് ഈ ആനയും അമ്പാരിയും ഒന്നും കൂടെ വരില്ല. ആ തത്വം അറിഞ്ഞിട്ട് നീ ശിവമാർഗത്തിലൂടെ സഞ്ചരിക്കുക. അതിനുവേണ്ടി അല്ലയോ കുണ്ടലിനി ശക്തി എന്ന പാമ്പേ നീ ആടുക. ആട് പാമ്പേ പൊനം തേട് പാമ്പേ ആനന്ദക്കൂത്താകണ്ടാട് പാമ്പേ. അതാണ് ഇവിടെ പാമ്പാട്ടി സിദ്ധർ പാടുന്നത്. അപ്പോൾ ഈ ജീവിതം എന്നുള്ളത് മായാബദ്ധമാണ് എന്നും നമ്മുടെ മനസ്സൊരു ചതിക്കുഴിയാണ് എന്നും തിരിച്ചറിയാം. ആ ചതിക്കുഴി നിറഞ്ഞ മനസ്സിൽ എന്തുണ്ട്? പൊരുളിൻ്റെ തലവുമുണ്ട്. ആ പൊരുളിൻ്റെ തലത്തിലേക്ക് മനസ്സിനെ ഉയർത്തുക. അതായത് ലോവർ മൈൻഡിൽ നിന്ന് സൂപ്പർ മൈൻഡിലേക്ക് നമ്മുടെ മനസ്സ് ഉയരണം. അങ്ങനെ ഉയരുമ്പോൾ അത് ശിവ സാധനയിലൂടെ അയാൾക്ക് ശിവനായി തന്നെ പരിണമിക്കാൻ കഴിയും. ഇതാണ് പറയുന്നത്. മഹർഷി അരവിന്ദൻ്റെ ലൈഫ് ഡിവൈനിൽ ഈ മനസ്സിൻ്റെ ഒരുപാട് തലങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. വലിയ മനസ്സിൽ നിന്നും എങ്ങനെ ശ്രേഷ്ഠ മനസ്സിലേക്കും അതേപോലെ ഉപരി മനസ്സിലേക്കും ഒരു സാധകന് എങ്ങനെ ഉയരാൻ കഴിയുമെന്ന് ലൈഫ് ഡിവൈൻ നമുക്ക് കാണിച്ചിരുന്നുണ്ട്. അതോടെ ജീവിതം ജീവിതമായി മാറുന്നു. അപ്പോൾ ശവജീവിതം ശിവജീവിതമായി മാറുന്ന മഹനീയമായ കാഴ്ചയാണ് മാണിക്യവാചകർ തിരുവാചകത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരു ജീവൻ എങ്ങനെ ശിവജീവനായി മാറും എന്ന് മാണിക്യവാചകർ
നമ്മെ പഠിപ്പിക്കുന്നു. തിരുവാചകം തരുന്ന ഏറ്റവും വലിയ സഫലമായ സന്ദേശവും ഇതാണ്. അതായത് ശിവജീവിതത്തിലേക്ക് എത്തിച്ചേരുക, ശവജീവിതത്തിൽ നിന്ന് ശിവജീവിതത്തിലേക്ക് എത്തിച്ചേരുക. ഇതാണ് മാണിക്യവാചകർ തരുന്ന പാഠം. ഓം ശിവായ നമഃ.